Hi, I'm Irene Maria. So I've been working here for last 1.5 years. I'm handling mathematics. So എൻ്റെ ആൻസർ വഴിയാണ് ഞാൻ യോസ്റ്റുഡിനെ പറ്റി അറിയുന്നത്. Then I contacted Ahmed sir. Then the interview part ഞാൻ സാറിന് ഡെമോ അയച്ചു കൊടുക്കുന്നു. ആൻഡ് ഡെമോ കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തു. ദെൻ അഗെയിൻ ഒരു ലൈവ് ഡെമോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി. ദെൻ എനിക്ക് ആദ്യത്തെ കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ ഹാൻഡിൽ ചെയ്തു. സോ ഇറ്റ് വാസ് കേക്ക് വർക്ക് ഫോർ മീ ബിക്കോസ് ഐ വാസ് ഡൂയിങ് എ BEd പ്രോഗ്രാം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ BEd പ്രോഗ്രാമാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ ടീച്ചിങ് സ്കിൽസ്. സോ അതൊക്കെ ഞാൻ ഇവിടെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ടീച്ചിങ് സ്കിൽസ് മൊത്തം ഞാൻ US ട്യൂട്ടറിലെ പിള്ളേരുമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആദ്യമൊക്കെ എനിക്ക് 7th സ്റ്റാൻഡേർഡ് to 12th സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള പിള്ളേരെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് ഐ ഹാൻഡിൽ ഇറ്റ് വെരി വെൽ. ബട്ട് എനിക്ക് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്നത്, ഐ മീൻ ഐ വാസ് ആക്ച്വലി ഇൻ കൺഫ്യൂഷൻ ഹൗ ടു ഹാൻഡിൽ സ്മോളർ കിഡ്സ്. അതായത് ഒരു 4th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കിഡ്സിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ടു ഇൻറ്ററാക്ട് വിത്ത് ദം. വലിയ പിള്ളേരാകുമ്പോൾ കുഴപ്പമില്ല. ബിക്കോസ് നമ്മളിപ്പം ഒരു കാര്യം മനസ്സിലായില്ലെങ്കിലും ഒരു 2-3 ടൈംസ് റിപ്പീറ്റേഷൻ അല്ല, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിലല്ല, അവർക്ക് മനസ്സിലാവും എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്മോളർ കിഡ്സ് അങ്ങനെയല്ല. അവർ ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമതേ ഓൺലൈൻ ക്ലാസ് ആണ്. ദെൻ ഇവർ ശ്രദ്ധിച്ചിരിക്കണം. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. സോ അങ്ങനെയാണ് എനിക്കൊരു 6th സ്റ്റാൻഡേർഡ് കുഴപ്പമില്ല, ഒരു 4th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും ഐ വർക്ക്ഡ് ഓൺ ഇറ്റ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ നന്നാവണം, പിന്നെ പിള്ളേരുമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ അവിടെ നിന്നാണ് ആ 2 പിള്ളേരെ ഹാൻഡിൽ ചെയ്തിട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഞാനൊന്ന് റെഡി ആയത്. നൗ ഐ എം ഓക്കെ വിത്ത് സ്മോളർ കിഡ്സ് ആസ് വെൽ. സോ കുട്ടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ദെൻ പിന്നെയുള്ള ചലഞ്ചായിരുന്നു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിലബസ്. സോ ഐ വാസ് റിയലി ഫെമിലിയർ വിത്ത് CBSE സിലബസ്. കാരണം NCERT ടെക്സ്റ്റാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആയിരുന്നു. ഞാൻ പഠിച്ചതും അതെ, ആൻഡ് ഇപ്പോൾ പഠിപ്പിക്കുന്നതും അതെ. അപ്പം നമുക്കറിയാം അത് കുറച്ചും കൂടെ ഈസി വേ ആണ് അത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു അതർ സിലബസ്, എസ്പെഷ്യലി ICSE. സോ ICSE നിന്നും ഞാൻ ആദ്യം വന്നിരുന്നൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയില്ല ബിക്കോസ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും, പിള്ളേർക്ക് എങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുക. കാരണം സിലബസ് എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ്. സോ ഐ വാസ് ഡൂയിങ് BEd അറ്റ് ദാറ്റ് ടൈം. അപ്പം എനിക്ക് അതിനുമായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ടായിരുന്നു. ബട്ട് ഇറ്റ് ചേഞ്ച്ഡ്. സോ ഐ ടുക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. എങ്ങനെയാണെങ്കിലും മാത്സ് അല്ലേ, പഠിപ്പിക്കേണ്ടതല്ലേ, എല്ലാ സിലബസും അറിയണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ. സോ കേംബ്രിഡ്ജിൻ്റെയാണ് വന്നത്. അത് IGCSE സിലബസാണ് എനിക്ക് വന്നത്. 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ മീൻ സ്റ്റിൽ വി ആർ കണ്ടിന്യൂയിങ് ദാറ്റ്. അപ്പം ഞാൻ ടെക്സ്റ്റ് നോക്കി. സോ ദാറ്റ് ഐ തോട്ട് ഓക്കെ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ അങ്ങനെ ഞങ്ങളിപ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഗുഡ്. അപ്പോൾ നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ദെൻ പിന്നെയുള്ളത് ലണ്ടൻ സിലബസ് ആയിരുന്നു. സോ എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ്. അവർ ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന പോലെയല്ല അവർ ചെയ്യുക. അപ്പോൾ ആൻഡ് ഒരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഇല്ല. സോ ദിസ് വാസ് എ ചലഞ്ച് ഫോർ മീ. സോ ഐ തോട്ട് ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ UK സിലബസിലെ മെയിനായിട്ട് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പിക്ക് നോക്കും, ആ ടോപ്പിക്സ് നോക്കി അവർക്ക് ക്ലാസ് എടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ഷീറ്റ്സാണ്. അവരും അത് തന്നെയാണ് ചെയ്യുന്നത്. അവരും വർക്ക് ഷീറ്റ്സാണ് ഫോളോ ചെയ്യുന്നത്. സോ ഐ ഓൾസോ ഡിഡ് ദാറ്റ്. കുറേ വർക്ക് ഷീറ്റ് കൊടുക്കുക. ആൻഡ് പിന്നെ എനിക്ക് മനസ്സിലായി ഇവർ ചെയ്യുന്നത്, നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇവർ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സ് ആണല്ലോ. സോ ദേ ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ചില പിള്ളേർ ഇത് കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട്. മേ ബി ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. കുറേ നേരം ഓൺലൈനിലിരിക്കുമ്പോൾ, എല്ലാ ട്യൂഷൻസും ഓൺലൈനിലിരിക്കുമ്പോൾ ചിലപ്പം മേ ബി പറ്റാതിരുന്നതായിരിക്കാം. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. എപ്പോഴും സ്റ്റുഡൻസ് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല. അവർ ഇടയ്ക്ക് വെച്ച് പോകുന്നുണ്ട്. ബട്ട് സം സ്റ്റുഡൻസ് ആർ ദേ ആർ ഫോളോയിങ് ഇറ്റ്. ഒരു ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത്
നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. കറൻ്റ്ലി ഐ ഹാവ് 6 സ്റ്റുഡൻസ്. സോ അതിൽ തന്നെ ഒരു കുട്ടി ഒരു 4th സ്റ്റാൻഡേർഡ് കുട്ടിയാണ്. സോ ഷീ ഈസ് നോട്ട് മലയാളി. അപ്പം മലയാളിയല്ല, എന്താണ്, ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ മലയാളീസ് ആണെങ്കിലും വി ആർ ടോക്കിംഗ് ഇംഗ്ലീഷ്. പക്ഷേ ഈ കുട്ടി എന്താണ്, ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുകയുള്ളൂ. സോ ഐ തോട്ട് ഓക്കെ, ചെറിയ കുട്ടിയാണ്, അപ്പോൾ ഇംഗ്ലീഷല്ല, നമുക്ക് വേറെ ഒരു ലാംഗ്വേജും ഇല്ല. അപ്പം ആക്ച്വലി ഐ വാസ് വണ്ടറിങ് ഹൗ ഷീ കുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ, ബിക്കോസ് ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. ബട്ട് ഷീ മാനേജ്ഡ് വെൽ, ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ തമ്മിലുള്ള ഭയങ്കര നന്നായിട്ട് തന്നെ പോകുന്നു. So as a teacher and student, we are actually enjoying it at that, because throughout the class she is very smart, and ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. So we look forward to it. So different kinds of syllabus, different kinds of students. Actually I'm enjoying it. സോ മെയിൻ പാർട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ തന്നെയാണ്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ആവുമ്പം പിള്ളേർക്ക് കുറച്ചും കൂടി അറ്റൻഷൻ കൊടുക്കാൻ പറ്റും, ആൻഡ് അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചോദിക്കാനും പറ്റും. സോ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പിള്ളേർക്ക് ഡൗട്ട് ചോദിക്കാനാണ് പേടി. സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടാത്ത ഒരു കാര്യം ആണ് എനിക്കിവിടെ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് തോന്നിയത്. ബിക്കോസ് എന്ത് ഡൗട്ടും ചോദിക്കാൻ അവരെ റെഡിയാക്കുക എന്നുള്ളതാണ്. അതെന്ത് പൊട്ടത്തരം ആയിക്കോട്ടെ, ബട്ട് ദേ ഹാവ് ടു ക്ലിയർ ഇറ്റ്. അങ്ങനെയുള്ളൊരു സ്പേസ് എനിക്ക് കൊടുക്കണമെന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സോ